രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. ഇതൊരു ട്രംപൈസേഷൻ ഓഫ് കേരള BJP പൊളിറ്റിക്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ലോകവ്യാപകമായിട്ട് യാഥാസ്ഥിതികന്മാർക്ക് ഇതുപോലുള്ള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്നു, നേതൃത്വത്തിൽ വരാൻ പറ്റുന്നു, അവർ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അദ്ദേഹം വളരെ വിശദീകരിച്ചത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കോവളത്തൊക്കെ ഇലക്ഷനിൽ ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കിയ സത്യവുമാണ്. പക്ഷെ നമ്മൾ നോക്കുക, ഇപ്പോൾ ഈ സമീപ നാളുകളിൽ കോവളമടക്കമുള്ള വിഴിഞ്ഞമടക്കമുള്ള കേരളത്തിൻ്റെ തീരദേശം മുഴുവൻ വലിയ തോതിലുള്ള മത്സ്യത്തൊഴിലാളികളുടെയും മറ്റ് തീരദേശ സമൂഹങ്ങളുടെയും ഒക്കെ പ്രതിഷേധം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ ഈ സമുദ്രത്തിൽ നിന്നുള്ള മണൽ കോരിയെടുക്കാൻ, നദികളിലൂടെ ഒഴുകി കടലിലെത്തിയ മണൽ കോരിയെടുക്കുന്നത് അത് വലിയ തോതിൽ മത്സ്യബന്ധനത്തെ, മത്സ്യങ്ങളുടെ പ്രജനനത്തെ, സമുദ്ര തീരപ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് വലിയൊരു പ്രശ്നമാവാൻ പോവുകയാണ്. ഇപ്പം തന്നെ ഇപ്പോൾ വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ വയനാട്ടിൽ BJP വലിയ ശക്തിയൊന്നുമല്ലെങ്കിലും മോശമല്ലാത്തൊരു ലെവലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വയനാടിൻ്റെ ദുരിതാശ്വാസത്തിൻ്റെ കാര്യത്തിലടക്കം കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ എടുത്താൽ പലയിടത്തും കേന്ദ്ര വിഹിതം കിട്ടാതെ ജനങ്ങൾക്കുള്ള പല ക്ഷേമ പദ്ധതികളും മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുള്ള പോരായ്മകൾ മാത്രം പറഞ്ഞുകൊണ്ട് എങ്ങനെ അതൊരു തെരഞ്ഞെടുപ്പിലെ നേട്ടമാക്കി മാറ്റാം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വലിയൊരു വെല്ലുവിളി. കാരണം പല സ്ഥലങ്ങളിലും, പല പഞ്ചായത്തുകളിലാവട്ടെ, കോർപ്പറേഷൻ ഏരിയകളിലാകട്ടെ, അവിടെയെല്ലാം ആളുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആശുപത്രികൾ പോലുള്ള സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ഇതിലൊക്കെ കേന്ദ്രം പറയുന്ന തരത്തിലൊരു പെയിൻ്റ് അടിച്ച് പ്രധാനമന്ത്രിയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു റീബ്രാൻഡിങ് നടത്തിയാൽ മാത്രമേ കേന്ദ്രത്തിൻ്റെ വിഹിതം തരുമെന്ന് നമ്മൾ പിടിച്ചു വച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരുപാട് വീഴ്ചകൾ, അത് വേറെ തരത്തിൽ അവതരിപ്പിക്കാമല്ലോ ശ്രീ കെ ഷാജി, അത് വേറെ തരത്തിൽ അവതരിപ്പിക്കാമല്ലോ. ഒരു പേര് എഴുതി വെക്കാൻ മടിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്ത പണം അത് നിങ്ങൾക്ക് നേടിത്തരാൻ ഞങ്ങൾക്ക് സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, പേരെഴുതാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആ തരത്തിലേക്ക് ആലോചന നീങ്ങാൻ സാധിക്കുമല്ലോ. ആ രൂപത്തിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വേറൊരു തന്ത്രമായിരിക്കും പ്രയോഗിക്കുക. തന്ത്രം വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രീ കെ ഷാജി. തീർച്ചയായിട്ടും തന്ത്രങ്ങൾ കൂടുതലാണ്. ഇപ്പം തന്നെ പേരെഴുതില്ല എന്ന് വാശി പിടിച്ച സംസ്ഥാന സർക്കാർ പോലും പിന്നോക്കം പോയി പല സ്ഥലത്തും റീബ്രാൻഡ് ചെയ്യാനും പേരെഴുതാനും ഒക്കെ തുടങ്ങി. എന്നിട്ടും പല പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്കുള്ള ഫണ്ടൊന്നും വന്ന് കിട്ടിയിട്ടില്ല. ഇതൊരു വലിയൊരു കാലുഷിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെ PR ഏജൻസികളും ക്യാമ്പയിനേഴ്സും ഒക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്തായാലും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ ആയതുകൊണ്ട് ഇതിന് BJP ഒരുപാട് കേന്ദ്രത്തിൻ്റെ തന്നെ ഒരുപാട് പണം ഉണ്ടാവും, അതുപോലെ തന്നെ കുറേ മൂലധന നിക്ഷേപം ഉണ്ടാവും, ഒരുപാട് നേതാക്കന്മാർ വരും, ഒരുപാട് പ്രചാരണങ്ങളുണ്ടാവും, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഡയമെൻഷൻ എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ അതിലെല്ലാം നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കുമ്പോൾ താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ചില തീക്ഷ്ണമായ ചോദ്യങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരന് മറുപടി പറയേണ്ടി വരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് മാത്രമായി കഴിയുമോ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹവുമായിട്ടോ അല്ലെങ്കിൽ പരസ്പരമോ ഭിന്നിച്ചു നിൽക്കുന്ന മറ്റാളുകളെയും അസംതൃപ്തരെയും എല്ലാം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. കാരണം ഇവിടെ രാഹുൽ ഈശ്വർ പോലും പറഞ്ഞത് അസംതൃപ്തരായ കുറേ ആളുകളുടെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് അവരെല്ലാം ഒരുമിച്ച് കൂടെ രാജീവ് ചന്ദ്രശേഖർ നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. അതായത് നിലവിൽ ഔദ്യോഗികമായി BJPയുടെ നേതൃത്വമായി നാളിതുവരെ അറിയപ്പെട്ട ആളുകളെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി ഇവിടെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വെല്ലുവിളിയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാകട്ടെ, അധികം ദൂരത്തല്ലാത്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ, BJPക്ക് അതിൻ്റെ താല്പര്യങ്ങൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം കഠിനമായി വേർക്കേണ്ടവരും, കഠിനമായി അധ്വാനിക്കേണ്ടവരും, ഒപ്പം തന്നെ കഠിനമായിട്ട് അദ്ദേഹം ഗ്രഹപാഠം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.